ഇന്ന് നമ്മൾ ടാലിയിൽ ഒരു പ്രൊഡക്റ്റിന് എങ്ങനെ റീ ഓർഡർ ലെവൽ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഒരു സ്റ്റോക്ക് ഐറ്റത്തിന് ഓർഡർ നൽകേണ്ട ലെവൽ ആണ് റീ ഓർഡർ ലെവൽ. ഓർഡറുകൾ നൽകുന്നതിന് ആവശ്യമായ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കുകയും അനാവശ്യമായ ഉയർന്ന സ്റ്റോക്കുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക എന്നാണ് റീ ഓർഡർ ലെവൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ടാലിയിൽ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ടാലി ഓപ്പൺ ചെയ്ത് ആൾട്ട് F1 പ്രസ് ചെയ്ത് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് കമ്പനി. കമ്പനി നെയിം റീഓർഡർ എന്ന് നൽകുന്നു. ആവശ്യമായ ഡീറ്റെയിൽസുകൾ നൽകുക. ഇവിടെ ഡേറ്റ് 1 ഏപ്രിൽ 2022 ആണുള്ളത്. അത് തന്നെ നമുക്ക് നൽകാം. കമ്പനി സേവ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഇൻവെന്ററി ഇൻഫർമേഷനിൽ സ്റ്റോക്ക് ഐറ്റം, അതിൽ ക്രിയേറ്റ്. ഇവിടെ നെയിം DVD റൈറ്റർ. അണ്ടർ സ്റ്റോക്ക് ഗ്രൂപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ പ്രൈമറി നൽകാം. യൂണിറ്റ് ആൾട്ട് C പ്രസ് ചെയ്ത് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. NOS ഫോർമൽ നെയിം നമ്പേഴ്സ്, ദെൻ സേവ്. ആൾട്ടർനേറ്റ് യൂണിറ്റ് ഒന്നും തന്നെ ഇല്ല. ഇനി ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നൽകാം. ക്വാണ്ടിറ്റി 20 നമ്പേഴ്സ്, റേറ്റ് 2500. പ്രൊഡക്റ്റ് നമുക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ് ഹാർഡ് ഡിസ്ക്. അണ്ടർ പ്രൈമറി യൂണിറ്റ് നമ്പേഴ്സ്, ബാലൻസ് ക്വാണ്ടിറ്റി 50 നമ്പേഴ്സ്, റേറ്റ് 4500. സേവ് ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റിനും റീ ഓർഡർ ലെവൽ നൽകണം. അതിനായി F11 കീ പ്രസ് ചെയ്യുക. F11 ഫീച്ചേഴ്സിൽ ഇൻവെന്ററി ഫീച്ചേഴ്സ്, അതിൽ എനേബിൾ പർച്ചേസ് ഓർഡർ പ്രോസസിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ യെസ് ആക്കുക. അതിനുശേഷം ഇൻവെന്ററി ഇൻഫർമേഷനിൽ റീ ഓർഡർ ലെവൽ, അതിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റത്തിനും ഒരുമിച്ച് റീ ഓർഡർ ലെവൽ സെറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് റീ ഓർഡർ ലെവൽ നൽകി അത് സേവ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പ്രൊഡക്റ്റിന് നൽകാൻ കഴിയുകയുള്ളൂ. നമുക്കിവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം, അതിൽ ഓൾ ഐറ്റം. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് റീ ഓർഡർ ലെവൽ സിമ്പിൾ മോഡിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സിമ്പിൾ മോഡിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റീഓർഡർ ക്വാണ്ടിറ്റിയും മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും മാത്രം നൽകിയാൽ മതി. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് അഡ്വാൻസ്ഡ് മോഡാണ്. അത് നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റിനും സിമ്പിൾ മോഡിൽ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ അഡ്വാൻസ്ഡ് മോഡിൽ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ DVD റൈറ്റർ റീഓർഡർ ക്വാണ്ടിറ്റി 20 നമ്പേഴ്സ് നൽകുന്നു. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 5 നമ്പേഴ്സും നൽകുന്നു. അതുപോലെ ഹാർഡ് ഡിസ്ക് റീഓർഡർ ക്വാണ്ടിറ്റി 50 നമ്പേഴ്സ്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 10 നമ്പേഴ്സും നൽകുന്നു. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് മോഡിൽ എങ്ങനെ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വീണ്ടും പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഇവിടെ നിന്നും എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇൻവെന്ററി ഇൻഫർമേഷനിൽ സ്റ്റോക്ക് ഐറ്റം, അതിൽ ക്രിയേറ്റ്. അപ്പോൾ ഇവിടെ ഐറ്റം നെയിം റാം. അണ്ടർ പ്രൈമറി യൂണിറ്റ് നമ്പേഴ്സ്, ഇവിടെ ക്വാണ്ടിറ്റി 50 നമ്പേഴ്സ്, റേറ്റ് 3500. നെക്സ്റ്റ് നെയിം ക്യാബിനറ്റ്. അണ്ടർ പ്രൈമറി യൂണിറ്റ് നമ്പേഴ്സ്, ക്വാണ്ടിറ്റി 30 നമ്പേഴ്സ്, റേറ്റ് 2300. സേവ് ചെയ്യാം. അങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യുന്നതിനായി ഇൻവെന്ററി ഇൻഫർമേഷൻ, അതിൽ റീഓർഡർ ലെവൽ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ക്യാബിനറ്റ്. ഇതിപ്പോൾ സിമ്പിൾ മോഡിലാണുള്ളത്. നമുക്ക് അഡ്വാൻസ്ഡ് മോഡ് ചെയ്യുന്നതിനായി ഇവിടെ വെച്ച് F12 കോൺഫിഗറേഷൻ കീ പ്രസ് ചെയ്യുക. അതിൽ ഷോ അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസ് എസ് ആക്കുക. ഷോ റീഓർഡർ റൗണ്ടിങ് ലിമിറ്റ് എസ് ആക്കുക. ഷോ അഡ്വാൻസ്ഡ് മിനിമം ക്വാണ്ടിറ്റി ഇവിടെ എസ് ആണ്, അപ്പോൾ അത് എസ് ആയിട്ട് തന്നെ വെക്കുക. ഷോ അഡ്വാൻസ് ഡീറ്റെയിൽസ് എസ് ആക്കുക, ദെൻ സേവ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിൻഡോയാണിത്. ഇവിടെ നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി നൽകണം. അപ്പോൾ ഇവിടെ 5 നമ്പേഴ്സ് റീഓർഡർ ക്വാണ്ടിറ്റി നൽകുന്നു. അപ്പോൾ ഈ റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഓർഡർ ലെവലാണ്. അപ്പോൾ ഇവിടെ റീഓർഡർ ക്വാണ്ടിറ്റി ഓർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് പാരാമീറ്റർ ഫോർ റീഓർഡർ ലെവൽ, അവിടെ പീരിയഡും ക്രൈറ്റീരിയയും പറയുന്നുണ്ട്. അത് നമ്മൾ നൽകണം. അപ്പോൾ ഈ റീഓർഡർ ലെവലും പീരിയഡും ക്രൈറ്റീരിയയും എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇവിടെ നൽകുന്ന റീഓർഡർ ലെവൽ പീരിയഡ്, ഡേയ്സ് നൽകാം, മന്ത് നൽകാം, ഇയേഴ്സ് നൽകാം, അവിടെ ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മന്താണ് നൽകുന്നത്. പീരിയഡും ക്രൈറ്റീരിയയും എന്താണെന്ന് വെച്ചാൽ
ക്യാബിനറ്റ് എന്ന ഈ പ്രൊഡക്റ്റിൻ്റെ 3 മാസത്തെ കൺസംഷനും നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന റീഓർഡർ ക്വാണ്ടിറ്റി ആയ 5 നമ്പേഴ്സും ഇതിലേതാണ് വലിയ ക്വാണ്ടിറ്റി? ക്രൈറ്റീരിയ ഹയർ എന്ന് പറയുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് വലിയ ക്വാണ്ടിറ്റി? അതാണ് നമ്മുടെ റീഓർഡർ ക്വാണ്ടിറ്റി. ക്രൈറ്റീരിയ ലോവർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും റീഓർഡർ ക്വാണ്ടിറ്റി. റൗണ്ടിങ് മെത്തേഡ് അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഡൗൺവേർഡ് സെലക്ട് ചെയ്യുന്നു, ലിമിറ്റ് 0. ഇനി ഇതുപോലെ നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും സെറ്റ് ചെയ്യണം. ഈ ഒരു പ്രൊഡക്റ്റ് മിനിമം നമ്മൾ ഓർഡർ ചെയ്യേണ്ടുന്ന ക്വാണ്ടിറ്റിയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ പീരിയഡും ക്രൈറ്റീരിയയും നൽകണം. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് 5 നൽകാം. പീരിയഡ് 2 മന്ത്, ക്രൈറ്റീരിയ ഹയർ സെലക്ട് ചെയ്യുന്നു. റൗണ്ടിങ് മെത്തേഡ് അപ്വേർഡ്, ലിമിറ്റ് 0. നെക്സ്റ്റ് പ്രൊഡക്റ്റ് റാം. ഇവിടെ റീഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്യുന്നു. 5 നമ്പേഴ്സ്, പീരിയഡ് 4 മന്ത് നൽകുന്നു. ക്രൈറ്റീരിയ ലോവർ ആണ് നൽകുന്നത്. റൗണ്ടിങ് മെത്തേഡ് ഡൗൺവേർഡ് എടുക്കുന്നത്, ലിമിറ്റ് 0. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 3 നമ്പേഴ്സ്, ക്രൈറ്റീരിയ 1 ഇയർ നൽകുന്നു. ലോവർ റൗണ്ടിങ് മെത്തേഡ് ഡൗൺവേർഡ്. നമുക്കിതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അതിന് ഇവിടെ നിന്നും എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ, അതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി, അതിൽ റീഓർഡർ സ്റ്റാറ്റസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സെയിൽ ഓർഡറും പർച്ചേസ് ഓർഡറും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ DVD റൈറ്റർ ഷോർട്ട് ഓഫ് ഓൾ 5 നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 20 നമ്പേഴ്സാണ് ഉള്ളത്. നമ്മുടെ റീഓർഡർ ലെവൽ 25 നമ്പേഴ്സാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഉള്ളതിനേക്കാളും കൂടുതലാണ്, 5 എണ്ണം കൂടുതലാണ് റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ റീഓർഡർ ലെവലിനേക്കാളും കുറവാണ്. ഈ പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് സെയിൽസ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിംഗ് വൗച്ചർ, പ്രസ് F8 ഫോർ സെയിൽസ്. ഇപ്പോൾ ഇവിടെ പാർട്ടി നെയിം ക്യാഷ് നൽകുന്നു. സെയിൽസ് ലെഡ്ജർ ഓൾട്ട് സി പ്രസ് ചെയ്ത് സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്യുക. ഇവിടെ പ്രോഡക്റ്റ് ക്യാബിനറ്റ്, ക്വാണ്ടിറ്റി 25 നമ്പേഴ്സ്, റേറ്റ് 3000. നെക്സ്റ്റ് DVD റൈറ്റർ 10 നമ്പേഴ്സ്, റേറ്റ് 5500. ഹാർഡ് ഡിസ്ക് 4 നമ്പേഴ്സ്, റേറ്റ് 6000. റാം 45 നമ്പേഴ്സ്, റേറ്റ് 5600. സേവ് ചെയ്യാം. ഇനി നമുക്ക് റീഓർഡർ സ്റ്റാറ്റസ് ഒന്നുകൂടെ നോക്കാം. അതിന് വീണ്ടും ഡിസ്പ്ലേയിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി, അതിൽ റീഓർഡർ സ്റ്റാറ്റസ്. ഇവിടെ നമുക്ക് ഷോർട്ട് ഫോൾ കാണാം. ക്യാബിനറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് 5 നമ്പേഴ്സാണ് ഉള്ളത്. റീഓർഡർ ലെവൽ 25 നമ്പേഴ്സ് ആണ്. 20 നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ 20 നമ്പേഴ്സ് മാത്രം ഓർഡർ ചെയ്താൽ മതിയാകും. പക്ഷേ ക്യാബിനറ്റിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 25 നമ്പേഴ്സ് ആണ്. 20 നമ്പേഴ്സ് ആണ് ഷോർട്ട് എങ്കിലും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 25 നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ 25 നമ്പേഴ്സ് തന്നെ വീണ്ടും ഓർഡർ ചെയ്യണം. നമ്മുടെ റീഓർഡർ ലെവൽ നൽകുമ്പോൾ ക്യാബിനറ്റിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 5 നമ്പേഴ്സ് ആണ് നൽകിയത്. പക്ഷെ ഇവിടെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 25 നമ്പേഴ്സ് ആണ് കാണിക്കുന്നത്. അതിന് കാരണം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നൽകുമ്പോൾ പീരിയഡ് 2 മന്തും ക്രൈറ്റീരിയ ഹയറും ആണ് നൽകിയത്. അപ്പോൾ നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ ക്യാബിനറ്റ് 25 നമ്പേഴ്സ് ആണ് നൽകിയത്. അപ്പോൾ 2 മാസത്തെ കൺസംപ്ഷൻ ഓർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വിച്ച് എവർ ഈസ് ഹയർ ആയിരിക്കും റീഓർഡർ സ്റ്റാറ്റസിൽ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് നമ്മൾ 25 നമ്പേഴ്സ് ഓർഡർ ചെയ്യണം. നമ്മൾ ക്രൈറ്റീരിയ ലോവർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 5 നമ്പേഴ്സ് ആയിരിക്കും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ടാലിയിൽ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്